ചിരിക്കി ചിരിക്കി പറയട്ടെ. അമ്മയുടെ ചെറിയൊരു ഷോർട്ട് സ്റ്റോറി. ലുക്ക നോക്കിയേ, എന്താണ് നോക്കുന്നത്? ഈ സുന്ദരിക്കുട്ടിക്ക് വന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു. അരുൺചേട്ടൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എത്രത്തോളം ഭംഗിയിൽ എടുക്കാൻ പറ്റുന്നത് കോസ്റ്റ്യൂമും എൻ്റെ പഴയ കാര്യങ്ങളെ കണ്ടിട്ടില്ല. ഹായ്, പൊടീസ് വേഴ്സസ് പൊടീസിലെ ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നോർമലി ഞാനാണ് കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ചെയ്ത് വന്ന് വീഡിയോസ് എടുക്കാറുള്ളത്. ഇന്ന് നമ്മുടെ മോഡൽ എൻ്റെ അമ്മായിയാണ്. ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ 5 സിസ്റ്റേഴ്സ് ഒരു ബ്രദറാണ്. ഇവർ 7 മക്കളാണ്. അതിലെ 4ാമത്തെ സിസ്റ്ററാണ്. പുള്ളിക്കാരി ബോംബെയിലായിരുന്നു, ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം പറയട്ടെ, അമ്മയുടെ ചെറിയൊരു ഷോർട്ട് സ്റ്റോറി. അതായത് അമ്മായി പണ്ട് ഭയങ്കര ആ ഒരു നാട്ടിലൊരു ചെറിയൊരു സുന്ദരിക്കുട്ടിയായിരുന്നു. ആ സമയത്ത് ഒരുപാട് ഫിലിംസിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഫാമിലി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഹസ്ബൻഡ് അവരൊക്കെ ആണെങ്കിലും ഗവൺമെൻറ് ജോബ്, ഗസറ്റ് ഓഫീസേഴ്സ് അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായത് കാരണം കൊണ്ടല്ല, നോർമലി അവർക്ക് മൂവി ഫീൽഡിലോട്ടേക്ക് വിടാൻ അന്നത്തെ കാലത്ത് അത്ര അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സുന്ദരിക്കുട്ടിക്ക് വന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഇപ്പോൾ ഒന്ന് എന്ത് ചെയ്യാം, മേക്ക് ഓവർ ചെയ്ത് വേറൊരു ലുക്കിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഡിസൈൻ ചെയ്ത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഡിസൈനൊന്നുമല്ല, ചെറിയ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തൊരു സാരിയും പിന്നെ ചെറിയ രീതിയിൽ മേക്കപ്പും ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളൊരു പുതിയൊരു ലുക്കിൽ അമ്മേനെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് മാറിയിട്ട് വരാം. ഇപ്പം നമ്മൾ ഒത്തിരി മേക്കപ്പ് ചെയ്യുന്നില്ല, ടോണിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ ഹെയറൊക്കെ എനിക്ക് ബ്ലാക്ക് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മായി ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. അത് കാരണം കൊണ്ടാണ് ഈ വൈറ്റ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കോസ്റ്റ്യൂംസിൻ്റെയും മേക്കപ്പ് ചെയ്യാറുള്ളത് 1-2 ആൾക്കാരാണ്. അതിൽ ഒരാൾ ഇതാ നിൽക്കുന്നു, പറഞ്ഞോ പേജിൻ്റെ പേര് പറഞ്ഞു. മേക്ക് ഓവർ ബൈ ഹയാസ് ആർട്ടിസ്ട്രി. അതെ, ഇതെനിക്ക് പറയാൻ പറ്റും. അത് കാരണം കൊണ്ടാണ് ആളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം മേക്കപ്പ് ഒക്കെ ചെയ്യും. ഞാൻ എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ഒരാളാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേ സിറ്റുവേഷൻസിലൊക്കെ. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് വെറൈറ്റി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അമ്മായി ലാസ്റ്റ് ടൈം വരുന്നത് എൻ്റെ റോബിൻ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിനായിരുന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അമ്മായിനെ എന്നെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് അവർ തൃശ്ശൂർ പോയി. ആ സമയത്ത് ഞാൻ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റോബിൻ ചേട്ടൻ്റെ ഫ്ലാറ്റിലാണ്, ഞാനും അമ്മായിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അമ്മായി ഇപ്പോൾ കുളിച്ചിട്ട് വരാട്ടോ മോളെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ കേൾക്കുന്നത് പൊടിമോളെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓളി ഒന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനിത് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പോയിട്ട് എന്താ അമ്മായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഡോറ് തുറന്നപ്പോൾ ഫുൾ ബ്ലഡിൽ ഇങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുന്നു. ഞാൻ അമ്മായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉള്ള ശ്വാസം സൗണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് പോയി നോക്കിയപ്പോൾ പുള്ളിക്കാരി കുളിക്കുന്നിടത്തുനിന്ന് വീണ് തല മൊത്തം പൊട്ടി ഇവിടുന്നൊക്കെ ബ്ലഡ് ഒഴുകി വരും. പക്ഷേ ആൾക്കത് മനസ്സിലായിട്ടില്ല. ആളെൻ്റെ അടുത്ത് ഡോറ് തുറന്നിട്ട് എന്താ മോളെ എൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു. ഞാനാണിത് കാണുന്നുള്ളൂ, അമ്മായി ഇത് കണ്ടിട്ടില്ല. എനിക്കിത് കണ്ടതും ഞാൻ അപ്പം തന്നെ ബോധം കെട്ട് വീണു. എന്നിട്ട് വയ്യാത്ത അമ്മായി എന്നെയും പൊക്കിയെടുത്തിട്ട് ബെഡിൽ എന്നെ കൊണ്ടുപോയി എത്തി. എന്നിട്ട് ഞാൻ കുറച്ച് ബോധം വന്നു. എന്നിട്ട് അമ്മായി എനിക്കുന്നൊക്കെ കൊണ്ട് എന്നെ പിടിച്ചെണീപ്പിച്ചിട്ട് ഞാൻ കുറച്ചുണ്ടായ ബോധം വെച്ചിട്ട് റോബിൻ ചേട്ടാ വേഗം വാ, ഇവിടെ ആകെ പ്രശ്നമാണ്, വേഗം വാ എന്ന് പറഞ്ഞിട്ട് റോബിൻ ചേട്ടൻ പെട്ടെന്ന് 5 മിനിറ്റിൽ അവിടെ നിന്ന് എടപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നു. നോക്കുമ്പോൾ അമ്മായിനെ കാണും അബോധാവസ്ഥയിൽ ഞാനാണ് ഇരിക്കുന്നത്. അമ്മായിയാണ് അമ്മായിയുടെ തല തന്നെ കെട്ടി എന്നെയും പിടിച്ച് ഇരിക്കുന്നത്. റോബിൻ ചേട്ടൻ വിചാരിച്ചത് എനിക്കെന്തോ പറ്റിയെന്നാണ്. ആക്ച്വലി പറ്റിയത് അമ്മായിക്കായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണാനുള്ള ഒരു ഇതില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ റോബിൻ ചേട്ടൻ പിന്നെ എന്നെയും അമ്മായിനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതുപോലെ അമ്മായി വീട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് ഇതാണ് എൻ്റെ തലയിൽ എന്നെ ട്രിഗർ ചെയ്യുക, എന്താ ഇനി അടുത്ത കാര്യം എന്നുള്ള രീതിയിൽ. പക്ഷേ അന്ന് കുറച്ച് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു, കുറേ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് ശരിക്കും അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ബ്ലഡാണ് വരുന്നതെന്ന്? ടോയ്ലറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ടോയ്ലറ്റിൽ ഇങ്ങനെ ഒഴുകുന്നു നെറ്റി. അതെ, ടോയ്ലറ്റിൽ ഇങ്ങനെ ഒഴുകുക, തലയിൽ കൂടിയും താഴത്തു കൂടി ഇങ്ങനെ ഒഴുകുക. അമ്മായി അത് കണ്ടിട്ടില്ല, ഞാനാണത് കണ്ടുകൊണ്ടിരിക്കണത്. അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ ബോധം കെട്ട് വീണു. എന്നിട്ട് അമ്മായി ബ്ലഡ് വെച്ച് എന്നെ പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തി. ഐലാഷസ് വയ്ക്കണോ? അല്ല, ഐബ്രോസ് ഒക്കെ ഒന്ന് വെച്ച്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ്, ഭയങ്കര ന്യൂഡായിട്ട് ചെയ്താൽ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് കാര്യമായിട്ട് ചെയ്തോ, കാരണം ഹെയർ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഈ ഒരു സാരി അല്ല ഞാൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ചെയ്യാം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അമ്മായിക്ക് ലൈറ്റ് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ വെഡ്ഡിങ് സീസണാണ് നമുക്കപ്പോൾ, ഓഗസ്റ്റ് സെപ്റ്റംബർ വെഡ്ഡിങ് സീസണാണ്. അപ്പോൾ ഒത്തിരി നമുക്ക് അതുമേ ഇരുന്ന് പണിയാനുള്ളൊരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയ രീതിയിൽ ചെസ്റ്റിലും സ്ലീവിലും ഷോൾഡറിലും മാത്രം വർക്ക് ചെയ്തതാണ്. ലൈറ്റ് ഷെയ്ഡാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ടൈം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് എനിക്ക് അമ്മായിനെ ഇങ്ങനെ ഒന്ന് ഈ ഒരു ലുക്കിൽ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആക്കിയ കാരണം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സംഭവം വന്നിട്ടില്ല. നമുക്കിനി എൻ്റെ കല്യാണത്തിന് സമയത്ത് അമ്മായി കുറച്ചും കൂടിയും ടൈമിൽ വരും. അപ്പോൾ നമുക്ക് ഗ്രാൻഡായിട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ആൽബം പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു മ്യൂസിക് സോങ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. അയ്യോ, അത് പറയാൻ മറന്നു. അമ്മായി ബിനോദിൻ്റെ, അതായത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ മൂവിയുടെ ചീഫ് അസോസിയേറ്റ് ആണ് അമ്മായിയുടെ മകൻ ബിനു ബാലൻ. അപ്പോൾ അമ്മായിക്ക് ഇനി അത്ര ആഗ്രഹം സത്യം പറഞ്ഞാൽ ഇപ്പോഴൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മായി മനസ്സ് വെച്ച് ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലേ? അങ്ങനെയില്ല. അപ്പോൾ അമ്മായിയുടെ മോനാണ് ആ മൂവിയുടെ ചീഫ് അസോസിയേറ്റ് ബിനു ബാലൻ. ഞാനത് മൂവി ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബിനുവിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷമായി മൂവിയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ടി വി ചന്ദ്രൻ്റെ കൂടെയായിരുന്നു ബിനു ചേട്ടൻ മൂവി ആദ്യം അസോസിയേറ്റ് ചെയ്ത് തുടങ്ങിയത്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ചീഫ് അസോസിയേറ്റും ആയിട്ട് ഒരുപാട് മൂവീസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മൂവി ഫീൽഡിൽ ഇങ്ങനെ നിൽക്കാതെ വേറെ കരിയർ നോക്കിപ്പോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് കുറേ ഫോഴ്സ് ചെയ്തിട്ടും അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടും ബിനുവേട്ടൻ ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു. ഇത്രയും വർഷം ഇതിൻ്റെ പുറകെ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ സ്വന്തമായിട്ട് മൂവി ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മായിയുടെ ആണെങ്കിലും വലിയൊരു ആഗ്രഹമാണ് അമ്മായിയുടെ മകനിലൂടെ ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുക. ബിനുവേട്ടൻ നല്ലൊരു മൂവി ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഒരു ഔട്ട് വരിക എന്നുള്ളൊരു ആഗ്രഹം അമ്മായിക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇത്രയും നല്ലൊരു മൂവിയുടെ ഒരു പാർട്ടാവാൻ ആൾക്ക് സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പ്രൗഡായിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയിട്ട് മൂവി കാണുന്ന സമയത്ത് അതെല്ലാം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബിനുവേട്ടൻ നെക്സ്റ്റ് ഇയറിലോ എപ്പോഴാണോ ബിനുവേട്ടൻ അത് ചെയ്യാൻ പറ്റുന്നത് ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, ഈ വീഡിയോയും എല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ടൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു സംഭവം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഈ അടുത്ത് തന്നെ എന്തായാലും നടക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇത് എൻ്റെ അച്ഛനും ചേച്ചിയും അമ്മായി ഇവരെല്ലാവരും മൂവി ഭ്രാന്തന്മാരാണ്. സിനിമ ഞാനാണെങ്കിൽ മൂവി കാണാൻ തുടങ്ങുമ്പോഴത്തേക്കും അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഇവരെല്ലാവരും മൂവി കാണുക, ടി വി കാണുക പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റഡാണ്. എല്ലാ പടവും ഇറങ്ങണത് അപ്പോൾ കാണുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ മാത്രമാണ് ഈ മൂവി ഒട്ടും കാണാതിരിക്കുന്ന ഒരാൾ. ഇപ്പോൾ റോബിൻ ചേട്ടൻ വന്നാൽ തന്നെ ഇപ്പോൾ ചേച്ചിയും അമ്മായിയും റോബിൻ ചേട്ടനും അച്ഛനമ്മയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടൊക്കെ മൂവി കാണുക ഇവർക്ക് ഭയങ്കര ക്രേസാണ്. ഓർണമെന്റ്സ് കാണിച്ചു തരാം. ഇതൊക്കെ ഊരിക്കോ, ആ കഴുത്തിലുള്ള നമ്മൾ എടപ്പള്ളിയിലുള്ള ഗോൾഡൻ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ജ്വല്ലറി എടുത്തിരിക്കുന്നത്. ഇത് 2 സിമ്പിൾ വള. ഇത് ഇത്രയും ഹെവി ആയിട്ടൊന്നും ഞാനിതുവരെ അമ്മയെ ഇട്ട് കണ്ടിട്ടില്ല. ഇത് അത്ര ഒരു ലുക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവ്, കാരണം കുറച്ച് നീളം മുഖമായ കാരണം കൊണ്ട് അങ്ങനെ ഭയങ്കര ഹാങ്ങിങ്സ് വരുമ്പോൾ ഇങ്ങനെ, അതുകൊണ്ട് ഞാനൊരു സ്റ്റഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ചെയ്ത മേക്ക് ഓവർ വീഡിയോ അല്ലെങ്കിൽ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സോ ഇതൊന്നും അല്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഹർബറിയിൽ ചെയ്തപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ചെസ്റ്റിൽ വർക്ക് ഇല്ലാതെ 3 പേളിൻ്റെ ലെയർ മാല ഇങ്ങനെ വന്ന് കിടക്കുക, ബ്ലൗസിൽ നല്ല ഹെവി വർക്ക് ചെയ്തായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടന്നില്ല പ്ലാൻ ചെയ്ത പോലെ. അത് കാരണം കൊണ്ട്
ഇങ്ങനൊരു ഓർണമെൻറ്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാവുമ്പോൾ എന്താണെന്നറിയോ, ഇത് ലെങ്ത് ആയിട്ടുള്ള മാലയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിലായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവും. മാലയുടെ ഭംഗി അറിയാൻ പറ്റില്ല, ബ്ലൗസിൻ്റെ ഭംഗി അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് വേണോ? പിന്നെ ഇതൊരു ചോക്കറാണ്. ഇത് പക്ഷേ ഓവറായി പോകുമെന്നുള്ളൊരു സംശയം. കാരണം ഇത്രയും ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഇത് കുറച്ച് കൂടി പോകുമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഒരു നോക്കാം. നമുക്ക് ലാസ്റ്റ് സാരി എടുത്തിട്ട് ഏതാണോ ഭംഗി ഉണ്ടാവുക അത് നമുക്ക് എടുക്കാം. ഇത് പിന്നെ അറിയും. ഇത് നമുക്ക് വൈറ്റ് ഹെയർ ആകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പക്ഷെ ഇവർക്ക് എൻ്റെ സിസ്റ്ററിനും അമ്മായിമാർക്കും അച്ഛനൊന്നും തീരെ ഫോട്ടോ ഫേസും വീഡിയോ ഫേസും അല്ലേ കുറവല്ലേ. നേരിട്ട് കാണാനാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അരുൺ ചേട്ടൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. എത്രത്തോളം ഭംഗിയിൽ എടുക്കാൻ പറ്റുന്നുള്ളത് കോസ്റ്റ്യൂമും എൻ്റെ പഴയ കാര്യങ്ങളെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എൻ്റെ ഫോട്ടോ. ഇന്നാൾ കണ്ടില്ലേ മാമനെ എൻ്റെ ഫോട്ടോ? അപ്പൊ എങ്ങനെയുണ്ട്? അമ്മായി രണ്ടു വാക്ക് സംസാരിക്കൂ. ബൊട്ടിക്ക് ഫസ്റ്റ് ടൈമാണ് അമ്മായി കാണുന്നത്. എന്ത് തോന്നുന്നു ബൊട്ടിക്ക് കണ്ടിട്ട്? നമ്മുടെ ഈ സ്ഥാപനം കണ്ടിട്ട് എന്ത് തോന്നുന്നു? നന്നായിട്ട് അഭിമാനം കൊള്ളുന്നു. അല്ല, അവൾ അത്ര അധ്വാനിച്ചിട്ടാണ് ഇത്ര എത്തിയത്. അതിൽ സന്തോഷമുണ്ട്. ലൂക്കുണ്ട്. ലൂക്കനെ കാണിക്കണോ? ലൂക്ക കുഴപ്പമില്ല. അങ്ങനെ കുറച്ചുകൂടി പഫ് ചെയ്തോ. അയ്യോ കഥാനായകൻ. ഇതെന്താണ് ഇവിടെ എന്താണ് നടക്കുന്നത്? കുട്ടൻ ബാക്കിൽ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വിടേണ്ടതായിരിക്കും ഭംഗിന്ന് തോന്നുന്നു. നമുക്ക് നോക്കി നോക്കാം. കെട്ടി വെക്കണോ? ഫ്രീ ഹെയർ അല്ല ഭംഗി ഉണ്ടാവുക. നമ്മളെപ്പോഴും ഞാൻ കൂടുതലും ഫ്രീ ഹെയർ ആണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണ ഒരു വെറൈറ്റിക്ക് എന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടേക്ക് തലയിൽ കൂടെ ഒരു ടെയിലും അല്ല വെയിലൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് വേറെ ഒരു സംഭവം ട്രൈ ചെയ്യാം. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ഹെയർ എപ്പോഴും ഇങ്ങനെ ആക്കണമെന്ന്. എന്താ സംഭവം എന്നറിയോ, പണ്ട് എൻ്റെ മുടിയിൽ ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഈ ഭാഗത്തായിട്ടൊന്നും ഫുള്ളായിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ടത്തെ എൻ്റെ ഹെയർ ഇവിടെ ഭയങ്കര തിക്കായിട്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഭയങ്കര തിക്ക് ഹെയർ ആയിട്ട് ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പതിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഹെയർ ഫോൾസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒന്നും ഹെയർ ഇല്ല. അപ്പോൾ എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്തപ്പോൾ അത് ഇങ്ങനെ പതിഞ്ഞിരിക്കണ പോലെ എപ്പോഴും തോന്നി. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വിചാരം ഇങ്ങനെ ആക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫുഡ് പഫായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്നാണ്. അത് കാരണം കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ട്രീറ്റ്മെൻറ്റിന് മുന്നേ നാച്ചുറലി അത് അങ്ങനെ കിടക്കുമായിരുന്നു. പക്ഷേ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇങ്ങനെ ഫ്ലാറ്റായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ഹെയർ ഉള്ള പോലെ ഇങ്ങനെ പഫായിട്ട് നിൽക്കണമെന്നാണ് ആഗ്രഹം. അതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും കണ്ടു ചെയ്യുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് കാണുമ്പോൾ അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇത് എന്തി പെങ്കുച്ച് എപ്പോഴും ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണേ പറഞ്ഞിട്ട് ഞാനത് മാക്സിമം ഒഴിവാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പോലും അറിയാതെ എൻ്റെ കൈ അവിടേക്ക് ഇങ്ങനെ വരികയാണ് ഓട്ടോമാറ്റിക്കലി. ഇതിനെ അയ്യോ പറഞ്ഞിരിക്കാൻ ഒരു വഴിയായി. പൊടിയുടെ ഒരു അമ്മേനെ കൊണ്ടുവന്നു. നമ്മൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ ആഗ്രഹം സഫലീകരിക്കാൻ എന്നെ പോലെ കെട്ടിച്ചിട്ട് അമ്മായി. അയ്യോ ഞാൻ സെറ്റാക്കി തരാം. നമ്മളെ ഇവർക്ക് ഐബ്രോസ് ഇല്ല. അച്ഛനും അതെ, ചേച്ചിക്കും അതെ. ഇവർക്കൊക്കെ ഏകദേശം 834032. ഓക്കെ വെയിറ്റ്. ഇനി ഇവിടെ കൂടി അമ്മായി വിശേഷം പറഞ്ഞു. അമ്മായിയുടെ പറയൂ.
ഒരു ഇപ്പൊ കുറച്ച് പിരികം വന്ന പോലെ ഇല്ലേ? കണ്ണടച്ച് ശരിയാവും. കണ്ണടച്ചിട്ട് എടുത്താൽ മതി. എന്റെ ഹെയറും കൂടി എടുത്തോ. എന്റെ ഹെയർ ഇവിടെ ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മാല ഇതാണ്. കണ്ടോ 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 കണ്ടോ, നമ്മൾ ഇതിനെക്കാളും സിമ്പിൾ ആയിട്ടുള്ളത് മതിയായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഒരു ഓപ്ഷൻ, ഇപ്പോൾ രാത്രി ഇവിടെ ഒരു 11 o'clock ആവാറ്, ഇനി നമുക്ക് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇത് തന്നെ വെച്ച് കൊടുക്കുകയാണ്. കുട്ടിയുടെ പേര് വിളിച്ചിട്ട് കൈ ഒന്ന് മാറ്റിയേ, ഈ കുറച്ചും കൂടെ ആ ശരിക്കും വെച്ചോ. ഇത്ര ഇറക്കിയാ, ലെങ്ത് കുറച്ച് ഇറക്കിയതാ. ഞാൻ പറഞ്ഞില്ലേ ഈ ചെസ്റ്റിലെ വർക്ക് കവേർഡായി പോകുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഒന്ന് ഇത് ഉള്ളിലാക്കിയാൽ അതിനേക്കാളും വൃത്തിയാടും. അത് കാരണം നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം. സ്പെക്സ് വെച്ചിട്ട് എടുക്കണോ സ്പെക്സ് വെക്കാതെ എടുക്കണോ? ആ മുടി ഒരു വട്ടം കൂടി സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സ്പെക്സ് വെക്കാനാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്പെക്സ് വെക്കാനേക്കാൾ മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നോക്കാം അല്ലേ? അമ്മായി ഇത്ര നേരം എടുത്തു. അമ്മ ഇങ്ങനെ ഒന്നും ഒത്തിരി സംസാരിക്കും. പക്ഷെ ഇപ്പൊ ക്യാമറ ഓൺ ആയ കാരണം കൊണ്ടാണ് അങ്ങോട്ട് അവിടെ നിൽക്കാം. ആക്ച്വലി അമ്മായിയും അച്ഛനും ഇവരെല്ലാവരും സിലോണിലായിരുന്നു ഇവര് ചെറുപ്പം തൊട്ട്. അതായത് ശ്രീലങ്കയിലായിരുന്നു അച്ഛനും അമ്മാമ്മയും അച്ഛനും അച്ഛൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ അവിടെ റെയിൽവേയിൽ സൂപ്പർവൈസർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവര് ശരിക്കും പറഞ്ഞാൽ ശ്രീലങ്കൻ പ്രൊഡക്ട്സ് ആണ്, അതായത് സിലോൺ പ്രൊഡക്ട്സ് ആണ്. തിരിഞ്ഞോ ഫുൾ തിരിഞ്ഞോ, കുറച്ച് സൈഡ് കാണിച്ചോ. ഓക്കെ, ഇനി നമുക്ക് അച്ഛൻ കാണിച്ചു കൊടുക്കാം. അച്ഛൻ അച്ഛൻ വായ വായ. ഓക്കെ, എങ്ങനെയുണ്ട് അച്ഛാ? എങ്ങനെയുണ്ട് സിസ്റ്ററിന്റെ കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പർ. അവിടെ നോക്കി പറ. ഇത് വേണോ ഇത് വേണ്ടേ? വേണം. അതില്ലെങ്കിൽ സുഖണ്ട് നോക്ക്. അവരൊക്കെ പറഞ്ഞത് വെക്കാന്ന്. ആണോ? ഞാൻ പറഞ്ഞു റോബിൻ പറഞ്ഞു. ഒന്ന് സൂം ആയിട്ട് വരുമോ? തിരിഞ്ഞോ ആ ഹെയറൊക്കെ ഒന്ന് കാണട്ടെ. ഒരു റൗണ്ട് അടിച്ചോളൂ. പെൺകുട്ടിയോ? പിന്നെ ചമ്മായി പെൺകുട്ടി പോയി. നിനക്ക് ഇല്ല. ഓക്കെ, ഇനി ഒന്ന് അമ്മയ്ക്ക് നടക്കും. നിച്ചുന് ഇഷ്ടപ്പെട്ട അമ്മമ്മേനെ എങ്ങനെയുണ്ട്? സല്യൂട്ട്. സൂപ്പർ. അല്ലെങ്കിൽ കണ്ട അമ്മ ഇത് വെച്ചതല്ല, അമ്മയ്ക്ക് കംഫർട്ടബിൾ ഇത് വെച്ചോ. എങ്ങനെയുണ്ട്? സൂപ്പർ പറ. അപ്പോൾ എല്ലാവരും അമ്മയുടെ മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്ക് കുറേ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആൾക്കങ്ങനെ വീഡിയോസൊന്നും സംസാരിച്ചിട്ടും അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ക്യാമറ കാണുമ്പോൾ ഭയങ്കര ഓവർ കോൺഷ്യസ് ആവുകയാണ്. അപ്പോൾ അധികം ഞാൻ പിന്നെ സംസാരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവില്ലേ? അപ്പോൾ ഒരു കുഞ്ഞാഗ്രഹം അമ്മയുടെ എനിക്ക് നടത്തി കൊടുക്കാൻ പറ്റി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരുങ്ങിയിട്ട് കാണുന്നത് അമ്മേനെ. ആൾക്കങ്ങനെ അത്ര ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. പക്ഷേ എങ്ങനെ ഉണ്ടാവും ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്ന് കാണാൻ ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക്. പിന്നെ എൻ്റെ ഫാദറിനാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ആൾക്ക്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് ഇങ്ങനെ പോസ് ചെയ്യാനൊക്കെ പറയുമ്പോൾ കുറച്ച് മടിച്ചിട്ടാണെങ്കിൽ ആൾ ചെയ്തു, ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്തതിൽ കാര്യമില്ല. കുറച്ച് സാധനം തേച്ചുതരാം.
അച്ഛൻ കിടുവാ എനിക്കൊന്നെങ്കിലും പ്ലീസ് പ്ലീസ് അതല്ല അച്ഛന്റെ കരിവാളത്ത് മാത്രം പോലെ കണ്ണോട് വരും സ്റ്റൈല് നല്ല ഭംഗിയുണ്ട് അതല്ലേ വേണ്ട പൊടി